ജൂൺ 4 റിസൾട്ട് വരികയാണ്. ഈ ജൂൺ 4 റിസൾട്ട് വന്നു കഴിഞ്ഞ ശേഷം കേരള BJP-യിൽ എന്തെങ്കിലും അഴിച്ചുപണികൾ ഉണ്ടാകുമോ എന്നാണ് പല ആൾക്കാരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് കേരള BJP-യിൽ സുരേന്ദ്രൻ തന്നെയാണ് കേരള BJP-യുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. സുരേന്ദ്രൻ മുമ്പ് കുമ്മനം രാജശേഖരനായിരുന്നു. അത് കഴിഞ്ഞ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് സുരേന്ദ്രനെ കൊണ്ടുവന്നത്. പക്ഷേ സുരേന്ദ്രനെ കൊണ്ടുവന്ന ശേഷം ഉള്ള ഒരു സീറ്റ് കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്തത്, നിയമത്തെ സീറ്റ്. എന്നിട്ട് പോലും കേരളത്തിലെ BJP-യോട് കേന്ദ്ര BJP യാതൊരുവിധ അഴിച്ചുപണിക്ക് നിർദ്ദേശവും കാര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല. എന്നിരുന്നാലും ജൂൺ 4 ശേഷം ഇപ്പോൾ പല ആൾക്കാരും ഉറ്റുനോക്കുന്നത് കേരള BJP-യിൽ എല്ലാ പാർട്ടികളിലും അഴിച്ചുപണികൾ കാണും. കാരണം ജൂൺ 4 ശേഷം നമുക്കറിയാം ദേശീയ തലത്തിലൊക്കെ കോൺഗ്രസിലൊക്കെ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ കയറുമ്പോൾ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അഴിച്ചുപണിയെന്നൊക്കെ പറയുമെങ്കിൽ അവർ വീണ്ടും രാഹുൽ ഗാന്ധിയെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ അതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഇനി മല്ലികാർജ്ജുൻ ഖാർഗെ മറ്റൊന്നും അറിയില്ല. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ സുരേന്ദ്രൻ ഒരുപാട് നാളായി പ്രസിഡന്റായിട്ട് നിൽക്കുകയാണ്. ഇത്തവണ വയനാട്ടിൽ സുരേന്ദ്രൻ BJP രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുകയും ചെയ്യുന്നു. ജൂൺ 4 ശേഷം കേരളത്തിലെ BJP-യിൽ എന്തായിരിക്കും അഴിച്ചുപണിക്കുള്ളൊരു സാധ്യത? സാധ്യത എന്തായിരിക്കും? നമുക്കിപ്പം അത് നമുക്ക് ചർച്ച ചെയ്യാനേ പറ്റത്തുള്ളൂ. നമുക്ക് പറയാൻ പറ്റത്തില്ല. ജൂൺ 4 ശേഷം റിസൾട്ടിനനുസരിച്ച് എല്ലാ പാർട്ടിക്കകത്തും ഒരു ചർച്ച വരുമല്ലോ. അപ്പോൾ CPM-നെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ശരി, എങ്കിൽ നമുക്ക് ഈ ചർച്ച വേറൊരു രീതിയിലോട്ട് വഴിതിരിച്ചു വിടാം. ഈ ചർച്ച എന്ന് പറഞ്ഞാൽ ജൂൺ 4 ശേഷം എന്താകും BJP-യുടെ അവസ്ഥ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് സുരേന്ദ്രൻ ഇപ്പോൾ സപ്പോസ് ജൂൺ 4 ശേഷം വേറെ എന്തെങ്കിലും പദവിയിലേക്ക് പോവുക എന്ന് വയ്ക്കുക. ആരായിരിക്കും BJP-യിൽ ഇനി സുരേന്ദ്രൻ ശേഷം വരുന്ന ആരായിരിക്കും നയിക്കാൻ കെൽപ്പുള്ള ആൾ? കാരണം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ BJP-ക്ക് വോട്ടുണ്ട്, കേരളത്തിൽ BJP അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള പാർട്ടിയാണ്. പക്ഷേ ഒരു നല്ല നേതൃത്വം ഇല്ലാത്തത് കൊണ്ടാണ് വരാത്തത്. ആരായിരിക്കും? പ്രശാന്ത് അതിനകത്ത് നല്ല നേതൃത്വമില്ലായ്മ എന്നുള്ളതല്ല കേരളത്തിലെ BJP-യിലെ പ്രശ്നം. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ്, CPM-നകത്ത് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് വെളിയിൽ വരുന്നില്ല. ആൾക്കാർ ഊഹിക്കുന്നേ ഉള്ളൂ. എന്നാൽ കുറച്ചൊക്കെ വെളിയിൽ വരുന്നത്. BJP-ക്ക് അതിനെക്കാട്ടി കൂടുതൽ ഗ്രൂപ്പുകളുള്ളൊരു പാർട്ടിയായിട്ട് മാറിയിരിക്കും. ഇത് എല്ലാ തലത്തിലും നേതാക്കന്മാർ, വലിയ വലിയ നേതാക്കന്മാർ വരുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ അവരുടെ അഭിപ്രായത്തോട് യോജിക്കുന്നവരൊക്കെ കാണും. അത് കേരളത്തിന് പുറത്തും കാണുമായിരിക്കും. പക്ഷെ കേരളത്തിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ സാധനമില്ല, അല്ലെങ്കിൽ അത് നശിച്ചുകൊണ്ടാണ് ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. ഓരോ അതിന്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ചേരിതിരിഞ്ഞ് ചെന്നിരിക്കുകയാണ്. അപ്പം അതിനപ്പുറം ഒരു സംവിധാനത്തിലേക്കായിരിക്കും പണ്ട് കുമ്മനം രാജശേഖരനെ കൊണ്ടുവന്നത്. അദ്ദേഹത്തെ ഇവരെല്ലാം കൂടെ കൂടി നല്ലൊരു മനുഷ്യൻ ആക്രമിച്ചു, അദ്ദേഹം കളഞ്ഞിട്ട് പോയി. അപ്പോൾ ഇപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം വന്നത് സുരേന്ദ്രൻ എത്ര ടേൺ ആയതൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് രണ്ട് ടേൺ അടുപ്പിച്ചിരുന്നാൽ BJP-യുടെ ഭരണാനുസരിച്ച് അടുപ്പിച്ച് 2 കൊല്ലം 6 കൊല്ലം ഇരിക്കാൻ പറ്റും. അപ്പം ഇദ്ദേഹത്തിന് ഇപ്പം കേരളത്തിലുടനീളം ഒരു ജനസമ്മതി ഇല്ല. അത് BJP-ക്ക് അകത്തും ഇല്ല, വെളിയിലുമില്ല. അദ്ദേഹം വന്നപ്പോൾ വളരെ ഒരു ജനസമ്മതിയുള്ള ആളായിരുന്നു. അതിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പുള്ളി എനിക്ക് തോന്നുന്നത് അദ്ദേഹം കളിച്ച ഗ്രൂപ്പ് അദ്ദേഹത്തിന് വിനയായി. അദ്ദേഹത്തെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് ഇടുന്നത്. ഈ BJP സുരേന്ദ്രന് കഴിവില്ലാത്തത് കൊണ്ട് ഗ്രൂപ്പിസം തകർത്താരെ. മാത്രമല്ല അദ്ദേഹം വളരെ ജൂനിയർ ആണല്ലോ, ഇപ്പൊ തന്നെ വളരെ പ്രായം കുറവാണ്. അപ്പൊ ഇതിന് വളരെ കഴിഞ്ഞ ദിവസം ധനുഷ് പറഞ്ഞ വളരെ ആൾക്കാരെ മറികടന്ന് വന്ന ഒരു പോസ്റ്റാണ്. അതിന്റെ പുറകിൽ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പം ആ മറികടന്ന് വരുമ്പോൾ ഇദ്ദേഹത്തിന് മുമ്പേ ആവേണ്ടവരൊക്കെ കാണുമല്ലോ. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് ഒരു നിസ്സഹകരണമൊക്കെ കാണും. പിന്നെ ആ നിസ്സഹകരണം വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടൊരു പാത വെട്ടിത്തെളിക്കുമല്ലോ. ആ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിൻ്റെതായ ആൾക്കാരെ പോസ്റ്റ് ചെയ്യും. ഈ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവരല്ലെങ്കിൽ അപ്പുറത്തെ സംവിധാനം തറയിപ്പോവും. ഇപ്പം BJP-യുടെ എല്ലാ സംസ്ഥാനത്തുടനീളം നമ്മൾ പരിശോധിക്കും. എൻ്റെ പ്രദേശം ഞാൻ പരിശോധിക്കുമ്പോൾ BJP ഇല്ലാത്ത ഒരു കാലത്ത് അവിടെ BJP നയിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ പ്രമുഖരായിട്ടുള്ള ചില ആൾക്കാരാണ്. ഇവരെ BJP-ക്ക് ഒരു 6% അല്ല 5%. എൻ്റെ ബൂത്തിലൊക്കെ എൻ്റെ കുഞ്ഞുനാളിൽ ഒക്കെ കിട്ടുന്നതെന്ന് പറയാൻ BJP കിട്ടുന്ന 5 വോട്ട് അല്ലെ 10 വോട്ട്. പക്ഷേ BJP-യുടെ അവിടുത്തെ നേതാക്കന്മാർ വീടുകളിൽ കയറി വന്നാൽ എല്ലാവർക്കും ഭയങ്കര അംഗീകാരമായിരുന്നു. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇന്നാളാണ്. ആ പുള്ളി സമൂഹത്തിൽ അംഗീകാരമുള്ള ഒരു വ്യക്തിയായിരിക്കും, കാരണം സമൂഹത്തിന് ഗുണമുള്ള ഒരാളായിരിക്കും. പക്ഷേ ഇപ്പം എൻ്റെ പ്രദേശത്തുള്ള BJP-യുടെ നേതാക്കന്മാരുണ്ട്, ഞാൻ പേരൊന്നും പറയത്തില്ല, ആ പ്രദേശത്തെ വെച്ചിരിക്കുന്ന നേതാക്കന്മാർ വീട്ടിൽ കയറി വന്നാൽ കതവ് പോലും തുറക്കാൻ ആഗ്രഹിക്കാത്ത, കാരണം അത്രയ്ക്ക് അവരെ കൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവർ സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യുന്നവരല്ല. അതാണ് BJP-യുടെ ഇപ്പോഴത്തെ സംസ്ഥാനത്തുടനീളമുള്ള പ്രശ്നം. ഇപ്പം കേരളത്തിൽ BJP-ക്ക് കിട്ടിയ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ BJP കേരളത്തിൽ വോട്ട് കിട്ടുന്നത് ആ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. മോദി ഇവിടുന്നാണല്ലോ ഗ്യാരണ്ടി തുടങ്ങി. എനിക്ക് തോന്നുന്നു ഗ്യാരണ്ടിയുടെ പ്രസംഗം തുടങ്ങിയത് അതോ അപ്പൊ ആ ഗ്യാരണ്ടിയിലാണ് ഇവിടെ വോട്ട് കിട്ടുന്നത്. ഇപ്പൊ വീണ്ടും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം താഴെയറ്റം പോയ BJP, നിയമസഭാ ഇലക്ഷന് താഴെയറ്റം പോയ BJP അങ്ങ്
താറടിച്ചു പോയി. പിന്നെ വീണ്ടും ഹൈപ്പിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ 15% വോട്ടുണ്ടായിരുന്നു. 15% അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. ആ വോട്ടിന് ശേഷം ഇതിന് താഴെ പോയി. കാരണം ജനത്തിന് പ്രതീക്ഷയില്ലാതായി. പക്ഷെ ലോക്സഭയിൽ ഇപ്പോഴും നല്ല പ്രതീക്ഷ ഞാൻ പറഞ്ഞു വീണ്ടും ഇവിടെ വന്നിട്ട് ഇതിനെ ജനറേറ്റ് ചെയ്ത് ഞാൻ ചോദിക്കുന്ന പ്രശ്നം ഞാൻ ഇത് കേൾക്കാം. ഇതിനെ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവെക്കുന്ന ഒറ്റയാൾ നരേന്ദ്രമോദിയാ പറഞ്ഞു വീണ്ടും അത് നല്ലൊരു പൊസിഷനിൽ നിൽക്കുകയാണ്. ആ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്, മോദിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെ ഇനി നിലനിർത്തണമെങ്കിൽ മനസ്സിലാവുന്നുണ്ട്, ഇതിനെ നിലനിർത്താൻ ഇവിടെ 2 സീറ്റ് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഇടപെടും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇവിടെ ഒരു സീറ്റ് കിട്ടിയാലും കേന്ദ്ര ഇടപെട്ടിട്ട് ആ ഒരു ചവിട്ടാൻ്റെ ഇടം കിട്ടുമല്ലേ, അവിടെ നിന്ന് ഈ സ്ഥാനത്തെ അവർ പൊക്കും. ഇല്ലെങ്കിൽ അവർ വീണ്ടും ഇത് ഇവിടെ കിടക്കട്ടെന്ന് വിചാരിക്കും. കാരണം ഇപ്പം വിചാരിക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇവിടുത്തെ BJP നേതൃത്വത്തോട് ഒന്നും ചോദിക്കാതെ പല തീരുമാനങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ എടുക്കാറുണ്ട്. ശരിയല്ലേ? എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്തോ, ഇയാളെ കേരളം തഴഞ്ഞിട്ടേക്കാണ്. തഴഞ്ഞിട്ടേക്കല്ല, നിങ്ങളെ കൊണ്ട് കൊള്ളത്തില്ല, അപ്പൊ നിങ്ങളെ ചോദിക്കേണ്ട കാര്യമില്ലെന്നുള്ളൊരു ഇതായിരിക്കുമല്ലോ. ശോഭാ സുരേന്ദ്രൻ ഒരു വനിതാ പ്രസിഡന്റായി BJPയിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടായി? ധനുഷ് പറഞ്ഞ ശോഭാ സുരേന്ദ്രനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നേതൃത്വത്തിനൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സ്വന്തമായിട്ട് ഉയരാൻ കഴിവുള്ളൊരു സ്ത്രീയാണ്, ഒരു രാഷ്ട്രീയക്കാരിയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ രാഷ്ട്രീയക്കാരി എന്ന് പറഞ്ഞാല് ജനം അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ BJPയെ രാഷ്ട്രീയക്കാരി എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടി എന്നുള്ളതല്ല, പാർട്ടിക്കപ്പുറം ഒരു അംഗീകാരം വേണം. പാർട്ടിക്കപ്പുറം അംഗീകാരമുള്ളവരായിരുന്നു നയനാര്, പാർട്ടിക്കപ്പുറം അംഗീകാരമുള്ള ആളായിരുന്നു കരുണാകരൻ, പാർട്ടിക്കപ്പുറം അംഗീകാരമുള്ള ആളാണ് ഉമ്മൻചാണ്ടി, പാർട്ടിക്കപ്പുറം അംഗീകാരമുള്ള ആളായിരുന്നു നമ്മുടെ VS അച്യുതാനന്ദൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ ജനസ്വാധീനം, അപ്പൊ ആ ആള് ഒരു പൊസിഷനിൽ വന്നാൽ പരസ്യമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട് അംഗീകരിക്കും. ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ എവിടെ ഇലക്ഷൻ നിന്നാലും ഇവർ ക്രൗഡ് പുള്ളറാണ്. കാരണം ഇവരുടെ രീതികളും കാര്യങ്ങളും ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ജംഗ്ഷനിൽ ഇറങ്ങി നിന്നാൽ ആ ജംഗ്ഷനിൽ ആള് പോകും. കാരണം ഇവരെ ഇഷ്ടമാണ്. ചിലരൊക്കെ നമുക്ക് ഇഷ്ടമല്ല. ശോഭാ സുരേന്ദ്രൻ പോകുന്ന വഴിക്ക് 4 ആളെ വലിച്ചുകൊണ്ട് പോകും. അതുപോലെ തന്നെ ക്രൗഡ് പുള്ളറാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഒരു യുവ നേതാവുണ്ട്, ഇപ്പോൾ ഷാഫി പറഞ്ഞു, KK ശൈലജയ്ക്കെതിരെ മത്സരിച്ച ആ കോൺഗ്രസ്. ബാക്കി അങ്ങനെ പിന്നെ CPMന്റെ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് ഒരു വലിയ ഫാക്റ്റാണ്. ഇപ്പൊ ശോഭാ സുരേന്ദ്രന് ഈ ഗ്രൂപ്പിനപ്പുറമായിട്ട് ഇവരെ പ്രസിഡന്റ് ആക്കാമെങ്കിൽ പാർട്ടിക്കകത്ത് വലിയ വിഷയങ്ങളായിരിക്കും. പാർട്ടിക്കകത്തവരെ വീണ്ടും ചവിട്ടിത്താക്കാനോ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഒരുത്തനും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇപ്പം ഇതുവരെയുള്ള ലൈവ് നമ്മൾ കണ്ടിട്ട്. പക്ഷെ പാർട്ടിക്കപ്പുറം താഴെത്തട്ടിലുള്ള BJPയും പാർട്ടിക്കപ്പുറം BJPക്ക് അപ്പുറമുള്ള കോൺഗ്രസും അതാണ് ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടത്. അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ നടക്കും. അപ്പൊ അതുകൊണ്ട് ഗുണമുണ്ടാവും. പിന്നെ മാത്രമല്ല ഇവർ പരിപാടികളിടും. ഇപ്പം സുരേന്ദ്രൻ പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞാൽ ഞങ്ങൾ പരിപാടികൾ ഇടുന്നുണ്ട് അല്ലെ, പക്ഷെ പരിപാടികളൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നില്ല. മാധ്യമങ്ങൾ ഏറ്റെടുക്കാത്ത എന്താ ധനുഷ്യ പരിപാടികൾ? മാധ്യമങ്ങൾ ഏറ്റെടുക്കും പരിപാടികൾ കൃത്യമാണെങ്കിൽ മാധ്യമങ്ങൾ നമ്മുടെ പുറകെ വരും. മാധ്യമത്തിന്റെ പുറകെ പോകുന്നതല്ല രാഷ്ട്രീയക്കാരൻ. ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മാധ്യമം അവരുടെ പുറകെ പോയേ പറ്റൂ. AKG പണ്ട് പോകുന്നിടത്ത് മാധ്യമം പുറകെ പോകുമായിരുന്നു. AKG എവിടെ എന്ന് ഇരിക്കുന്നതെന്ന് അറിയത്തില്ല, എവിടെ വിഷയം ഉണ്ടെങ്കിലും അവിടെ ഇരിക്കുമായിരുന്നു. VSന്റെ പുറകിൽ എന്താ മാധ്യമം പോയത്? VS അപ്പം മാധ്യമങ്ങൾ പുറയിൽ വരുന്ന രാഷ്ട്രീയക്കാരനോ ആളാവുമ്പോഴാണ് അവർ സമൂഹത്തിന് വേണ്ട രാഷ്ട്രീയക്കാരനാണ്. ശോഭാ സുരേന്ദ്രൻ വന്ന മാധ്യമം ശോഭാ സുരേന്ദ്രനെ തമസ്കരിക്കാനൊന്നും പറ്റത്തില്ല. ശോഭാ സുരേന്ദ്രൻ ആ പണിയാണ് കാണിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ജനങ്ങളുടെ വിഷയങ്ങൾ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ അവർ ഇടപെടും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. BJPക്ക് അകത്ത് നടക്കുന്ന പല രഹസ്യങ്ങളും ശോഭ ഇങ്ങനെ പരസ്യമായി പുറത്ത് വിളിച്ചു പറയുന്നത് കേന്ദ്ര നേതൃത്വത്തിന് ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? ജാവേദൊക്കെ നമ്മുടെ വന്ന് പരസ്യമായിട്ട് ശോഭയ്ക്കെതിരെ പറഞ്ഞ സമയങ്ങളൊക്കെ അതിനെപ്പറ്റി ഇപ്പം ഞാൻ ചോദിച്ചിട്ട് ഇവിടുത്തെ എല്ലാ തോന്നലും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങളാണ്. യഥാർത്ഥ കാര്യങ്ങൾ നമുക്കറിയത്തില്ല. അത് BJPയിലെ തന്നെയല്ല, കോൺഗ്രസിന്റെ ആയാലും CPMന്റെ ആയാലും. ഇപ്പൊ പ്രകാശ് ജാവദേക്കറൊക്കെ ശോഭയെ വിമർശിച്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ. പ്രകാശ് ജാവദേക്കർ ശോഭയെ വിമർശിച്ചിട്ടുണ്ടാവാം. കാരണം അകത്ത് നടക്കുന്ന നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള സംഭവം, ഇപ്പൊ ജയരാജന്റെ കേസ് വന്നപ്പോഴൊക്കെ ജയരാജൻ BJPയിൽ വരാൻ ചേർന്നിട്ടുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ പുറത്ത് പരസ്യമായി വരണമെന്ന ആഗ്രഹമുള്ള ആ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ വർത്തമാനം അവിടെ പറഞ്ഞില്ല. അവർ ആലപ്പുഴയിൽ അവർ ജയിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ധനുഷ് അത് മനസ്സിലാക്കണം. ഇവർ ഈ ന്യായം പറയുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ശോഭ എങ്ങനെ സംസാരിച്ചെന്ന് വിചാരിക്കണം. ശോഭാ സുരേന്ദ്രനെ കൃത്യമായിട്ട് ഒരു ട്രാപ്പിലാക്കാൻ വേണ്ടി, അനിൽ ആന്റണിയെ ട്രാപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞ ആൾ ഇറങ്ങിയത്. ആ ചർച്ച ആകെ അനിൽ ആന്റണിയെ ചൂണ്ടിക്കൊണ്ട് അടിച്ചത് ശോഭയാണ്. കാരണം മനസ്സിലാവുന്നുണ്ട്. അപ്പം ശോഭാ സുരേന്ദ്രൻ ഒരു ക്ലിയർ ആളാണ്.
അഴിമതിയില്ലാത്ത ആളാണെന്നുള്ള രീതിയിൽ അല്ല ജനത്തിനിടയ്ക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് നിൽക്കുമ്പോൾ ഇവരും അഴിമതിക്കാരിയാണെന്ന് ഇവരിലൊരു സംശയം ഉണ്ടാക്കുക. ഏറ്റവും പ്രധാനം കാരണം കെ സി വേണുഗോപാലിനെതിരെ അലിഗേഷൻ ഉണ്ടാക്കിയിട്ട് നിൽക്കുക ശോഭാ സുരേന്ദ്രൻ, എല്ലാവർക്കെതിരെയും അഴിമതി ആരോപണവും തെളിവുകളും കൊടുത്തിട്ട് നിൽക്കുക. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട അവിടുത്തെ രാഷ്ട്രീയ ലാഭം അത് ദല്ലാൽ നന്ദകുമാറിനെയും കൊണ്ട് വന്നപ്പോൾ ശോഭാ സുരേന്ദ്രന് അതിനകത്ത് വന്നതാരാന്ന് 2-3 പേരെ സംശയമുണ്ട്. അപ്പം ആ സംശയത്തിന്റെ മാർക്ക് വെച്ച് ശോഭാ സുരേന്ദ്രൻ ഇത് കൃത്യമായിട്ട് ഇതിങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും അവിടെ അഴിമതിക്കാരിയാവും. ആ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ പറഞ്ഞു നോക്കത്തുള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഈ പരസ്യമായിട്ട് ഈ കാര്യങ്ങൾ പറയണ്ട, പി ജയരാജന്റെ പേര് പറയണ്ട, പല ആൾക്കാരും വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ നമ്മൾ ഒരു സാഹചര്യം അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. ആ സമയത്ത് ശോഭാ സുരേന്ദ്രൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അഴിമതിക്കാരിയാവും. ശോഭാ സുരേന്ദ്രൻ ഇലക്ഷൻ ഫേസ് ചെയ്യുമ്പോൾ ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ ഇവരും കുഴപ്പക്കാരിയാണെന്നുള്ളൂ. ഇതിനു വേണ്ടിയാണ് അവിടെ കുഴപ്പക്കാരായിട്ടുള്ള അഴിമതി ആരോപിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു ഇൻഡയറക്ട് കളി തന്നെയായിരുന്നു ഈ ദല്ലാൽ നന്ദകുമാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അപ്പൊ ഞാനീ പറയുന്നത് ധനുഷ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാ. ഇപ്പം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഇപ്പൊ കേരളത്തിലെ BJP പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ 2-3 ഗുണമുണ്ട്. ഒന്ന് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ പ്രസിഡന്റ് ആയിട്ട് വരുമ്പോൾ അതൊരു ചർച്ചയാവും. രണ്ടാമത് അവർക്കിത് കൊണ്ടുപോകാൻ പറ്റും. ഇവരാരും നിന്നില്ലേലും അവരുടേതായ സംവിധാനത്തിൽ BJPക്ക് അപ്പുറം ഒരു ജനത്തിനെ വിളിച്ചുകൂട്ടി ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുള്ള സ്ത്രീ. അതുകൊണ്ടാണ് പാലക്കാട് മത്സരിച്ചപ്പോൾ റെക്കോർഡ് വന്നത്, ആറ്റിങ്കൽ മത്സരിച്ചപ്പോൾ റെക്കോർഡ് വന്നത്. ഇപ്പോൾ നോക്കിക്കോ, ആലപ്പുഴ വോട്ടെണ്ണുമ്പോൾ ഇവിടെ ആൾക്കാരെ ഞെട്ടിക്കും. അവർക്ക് സീറ്റ് ആലപ്പുഴ കൊണ്ട് കൊടുത്ത് അവരെ ഒതുക്കാനാ നടക്കത്തില്ല. അവരെ ജയിക്കുമെന്നുള്ള രീതിയിൽ അറിയത്തില്ല. കാരണം ഒഴുക്കില്ല, മലവെള്ളപ്പാച്ചിലിന് നമുക്ക് അതിന്റെ അതെന്തൊക്കെ കാണിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ കാണാൻ പാഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ജയിച്ചുകൂടായെങ്കിൽ. പക്ഷേ അവിടെ ഒരു 2-2.5-3 ലക്ഷം വോട്ടിനകത്ത് വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആലപ്പുഴ 3 ലക്ഷം വോട്ട് BJP പിടിക്കുന്നത് നിസ്സാര കാര്യമാണെന്നാണ് ധനുഷ് വിചാരിക്കുന്നത്. ഈ ആറ്റിങ്കൽ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം ഇവർ നിന്നിട്ട് അവർ പറഞ്ഞത് എന്നെ എവിടെ നിർത്തി, ഞാൻ 5 വട്ടം വേണ്ടി സീറ്റ് പിടിച്ചു തരാം. ആ സ്ത്രീ അവിടുന്ന് മാറ്റി പറയാൻ മനസ്സിലായിട്ടോ. ആ സ്ത്രീയോട് മാറ്റിയിട്ട് ഇപ്പം ഇദ്ദേഹം മത്സരിച്ചിട്ട് അദ്ദേഹം കൊണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം അവർ പിടിച്ചോട്ട് ഇദ്ദേഹം പിടിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. അതേസമയം അവരെവിടെ നിർത്തിയായിരുന്നു ഈ സുരേഷ് ഗോപിക്ക് കൊടുത്ത പോലെ ഒരു ക്ലെയിം കൊടുത്ത ആ സീറ്റിൽ അവർ ജയിച്ചേനെ. അപ്പം ആ ശോഭാ സുരേന്ദ്രൻ അപ്പം അത്തരത്തിൽ നല്ലൊരു നേതാവാണ്. കാരണം അവരെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അവരുടെ രീതികൾ, അവരുടെ കാര്യങ്ങൾ, അവരുടെ പത്രസമ്മേളനങ്ങൾ, അവരുടെ പ്രവൃത്തികൾ, ഇവരുടെ പ്രവൃത്തി കൊണ്ട് ഇവരൊരു ക്ലിയർ കട്ട് ആളാണെന്ന് അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവരെ ബാക്കിയുള്ള നേതാക്കന്മാരെ സംശയമാണെന്ന് തന്നെയാണ്. നമുക്ക് ഈ സുരേന്ദ്രന് മുമ്പുള്ള പ്രസിഡന്റ് ഉണ്ടല്ലോ കുമ്മനം രാജശേഖരൻ, അല്ലാത്ത ബാക്കിയുള്ളവരെ എല്ലാം ഒരു മൂട് പടത്ത് നിന്ന് അവർ കാണുന്നേ. അപ്പോൾ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ BJPക്ക് അത് വലിയ ഗുണം ചെയ്യും, മാറ്റം ഉണ്ടാവും. അത് അവർ തീരുമാനിക്കുന്നത്. ഒരു കാര്യം ഞാൻ ധനുഷിനടുത്ത് ഉറപ്പിച്ചു പറയാൻ, ഇവിടെ BJP ഒരു സീറ്റിൽ വന്നാൽ പിന്നെ കേന്ദ്രം ഇടപെട്ടിരിക്കും. കേന്ദ്രത്തിന്റെ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും പോകുന്നത്. BJP അവർ കരകയറ്റും. ഇനിയല്ല അടുത്ത പ്രാവശ്യവും വീണ്ടും ഒന്നും കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അതവിടെ കിടക്കട്ടെന്ന് വിചാരിക്കും. നന്നായിട്ട് അല്ലെങ്കിൽ എപ്പോഴേലും നന്നാക്കാവുന്ന രീതിയിൽ കേന്ദ്രം പോകുമെന്നാണ് എൻ്റെ ഒരു കണക്ക്.